പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധ്യായത്തിനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനി അധികാരമേറ്റതോടെ മേഖലയിലെ സംഘർഷങ്ങൾ പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിപ്ലവ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന ഇറാനിൽ അധികാരം പിതാവിൽ നിന്നും മകനിലേക്ക് കൈമാറുന്നത് വലിയ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിതെളിച്ചിട്ടുമുണ്ട്. അതേസമയം പുതിയ നേതൃത്വത്തിന് കീഴിൽ ശത്രുരാജ്യങ്ങൾക്കെതിരെയുള്ള ആക്രമണം കടുപ്പിക്കുമെന്ന പ്രഖ്യാപനം ലോകത്തെ ഭീതിയിലാഴ്ത്തും. കഴിഞ്ഞ വർഷം 3 മുതിർന്ന പുരോഹിതന്മാരുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മൊജ്തബ ഖമേനിയെ ഭരണകൂടത്തിന്റെ 88 അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സിൽ നിയമിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ അധികാര ആരോഹണത്തിന് വഴി തെളിഞ്ഞത്. ഞായറാഴ്ച ഔദ്യോഗികമായി അദ്ദേഹം പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടു. IRGC അതീവ ഗാഢമായി ബന്ധമുള്ള നേതാവാണ് മൊജ്തബ. സൈന്യത്തിന് കടുത്ത സമ്മർദ്ദം കൂടി പരിഗണിച്ചാണ് ഈ നിർണായകമായ നിയമനം നടന്നതെന്നാണ് വിദേശകാര്യ വിദഗ്ധർ വിലയിരുത്തുന്നത്. തന്റെ പിതാവിനേക്കാൾ കടുത്ത യാഥാസ്ഥിതിക നിലപാടുകാരനായാണ് മൊജ്തബ അറിയപ്പെടുന്നത്. ഇസ്രയേൽ അമേരിക്ക സഖ്യത്തോടെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് അദ്ദേഹം പുലർത്തുന്നത്. നേതൃത്വ മാറ്റം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ടെഹ്റാനിലെ തെരുവുകളിൽ ഭരണകൂട അനുകൂലികൾ അദ്ദേഹത്തിന്റെ പേര് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നതും മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നതും ഇറാൻ രാഷ്ട്രീയത്തിന്റെ പുതിയ ദിശയും സൂചിപ്പിക്കുന്നു. പുറമെ ആഹ്ലാദം പ്രകടമാണെങ്കിലും ടെഹ്റാൻ നഗരത്തിന്റെ ഉള്ളറകളിൽ ഭരണകൂടത്തിനെതിരെ കടുത്ത അമർഷം പുകയുന്നുണ്ട്. വിപ്ലവത്തിലൂടെ ഷാ ഭരണകൂടത്തിന്റെ കുടുംബവാഴ്ച അവസാനിപ്പിച്ച രാജ്യത്ത് വീണ്ടും അധികാരം ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നത് വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല. മൊജ്തബയുടെ നിയമനം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ടെഹ്റാനിലെ എക്ബതാൻ ഉൾപ്പെടെയുള്ള ജനവാസ മേഖലകളിൽ സ്ത്രീകൾ വീടുകളുടെ ജനാലകളിലൂടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ വിളിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മൊജ്തബയ്ക്ക് മരണമെന്ന് പേർഷ്യൻ ഭാഷയിൽ വിളിക്കുന്ന പ്രതിഷേധ വീഡിയോകൾ നിമിഷങ്ങൾക്കുള്ളിൽ ആഗോള തലത്തിൽ തരംഗമായി. ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ചിടത്തോളം ഈ ജനവികാരം വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. മൊജ്തബ അധികാരമേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇറാൻ തങ്ങളുടെ ആയുധ ശേഖരത്തിലെ അത്യാധുനിക മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒരു പരമ്പര തന്നെ ഇസ്രയേലിന് നേരെ വിക്ഷേപിച്ചു. ഇതോടെ ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളെല്ലാം സൈറൺ ശബ്ദങ്ങളാൽ പ്രകമ്പനം കൊണ്ടു. ഇറാന്റെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ നീക്കം വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ സംഘർഷം ആഗോള വിപണിയെയും പിടിച്ചുലച്ചിരിക്കുകയാണ്. 2022 ശേഷം ആദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 കടന്നത്. ഇന്ധനവിലയിലെ ഈ കുതിച്ചുചാട്ടം ആഗോള തലത്തിൽ നാണയപ്പെരുപ്പത്തിനും കാരണമാകുമെന്ന ഭീതിയും നിലനിൽക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ടെഹ്റാനിൽ നടത്തുന്ന രൂക്ഷമായ വ്യോമാക്രമണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. അമേരിക്കൻ ഇസ്രയേൽ സഖ്യത്തിന്റെ ആക്രമണത്തിൽ ഇറാന് വലിയൊരു സൈനിക നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക ഓഫീസിന്റെ തലവനും ഖതം അൽ അൽബീനിയ സെൻട്രൽ ആസ്ഥാനത്തിന്റെ ചീഫ് ഓഫ് സ്റ്റാഫുമായ അബു അൽ ഖാസിം ബാബയാൻ കൊല്ലപ്പെട്ടത് IDF അവകാശപ്പെടുന്നു. ഇറാന്റെ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്ന അദ്ദേഹത്തിന്റെ വിയോഗം പുതിയ നേതൃത്വത്തിന് വലിയൊരു പ്രഹരമാണ് നൽകുന്നത്. അദ്ദേഹത്തിന്റെ മരണം ഇറാന്റെ പ്രത്യാക്രമണങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കാനാണ് സാധ്യതയെന്നും പ്രതിരോധ വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ഇറാൻ ഇസ്രയേൽ യുദ്ധം ഇപ്പോൾ വെറുമൊരു നിഴൽ യുദ്ധമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ ഉടനീളം പടരുന്ന വൻ യുദ്ധമായി മാറിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെല്ലാം ഇറാന്റെ മിസൈൽ ഭീഷണിക്ക് കീഴിലാണ്. ഞായറാഴ്ച രാത്രി പ്രിൻസ് സുൽത്താൻ എയർബേസിലേക്ക് വന്ന മിസൈലുകളും റിയാദിലെ ഡ്രോണുകളും തടഞ്ഞതായി സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റ് ആൻഡ് UAE തങ്ങളുടെ പ്രദേശങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടതായി ഇരു രാജ്യങ്ങളും റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈൻ സിവിലിയൻ ലക്ഷ്യങ്ങളെ വിവേചനരഹിതമായി ആക്രമിക്കുന്ന ഇറാൻ തങ്ങളുടെ ഡിസലൈനേഷൻ പ്ലാന്റിന് കേടുപാടുകൾ വരുത്തിയതായും ആരോപിച്ചു. ഒമാൻ തീരത്ത് കപ്പൽ ആക്രമിക്കപ്പെട്ടതോടെ ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ് മേഖലയിലെ കപ്പൽ ഗതാഗതവും സുരക്ഷിതമല്ലാതായി. അമേരിക്കയുടെയും ഇസ്രയേലിന്റെ നടപടികൾ മനുഷ്യത്വരഹിതമെന്നാണ് ഇറാന്റെ സൈനിക വക്താവ് ഇബ്രാഹിം സോൾഫഖാരി വിശേഷിപ്പിച്ചത്. അമേരിക്കയ്ക്കെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ച് രംഗത്ത് വരണമെന്ന് ഇറാൻ ആഹ്വാനം ചെയ്യുന്നു. എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ പലതും അമേരിക്കയുമായി സുരക്ഷാ സഹകരണത്തിൽ ഉള്ളതിനാൽ അവർക്ക് പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പ്രയാസകരമാണ്. മൊജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാൻ ഒരു പുതിയ പോരാട്ടമുഖം തുറന്നിരിക്കുകയാണ്. പിതാവിൽ നിന്ന് ലഭിച്ച പാരമ്പര്യവും സൈന്യത്തിന്റെ കരുത്തും ഉപയോഗിച്ച് മേഖലയിലെ അമേരിക്കൻ ഇസ്രയേൽ സ്വാധീനം അവസാനിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എന്നാൽ ആഭ്യന്തരമായി ഉയരുന്ന പ്രതിഷേധങ്ങളും വിദേശത്തു നിന്നുള്ള സൈനിക സമ്മർദ്ദവും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന് വലിയ പരീക്ഷണമാകും. പശ്ചിമേഷ്യൻ ആകാശം മിസൈലുകളെ ചുവക്കുമ്പോൾ ലോകം കാത്തിരിക്കുന്നത് വലിയൊരു സമാധാനത്തിനായല്ല, മറിച്ച് നിയന്ത്രണാതീതമായ ഒരു മഹായുദ്ധത്തെ എങ്ങനെ തടയാമെന്ന ചിന്തയിലാണ്. വരും ദിവസങ്ങളിലെ ഇറാന്റെ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുമെന്നതിലും തർക്കമില്ല. ഇറാന്റെ പരമോന്നത നേതൃത്വത്തിലുണ്ടായ ഈ നിർണായക മാറ്റം ഐക്യരാഷ്ട്രസഭയിലും മറ്റ് അന്താരാഷ്ട്ര വേദികളിലും വലിയ ആശങ്കയ്ക്കും നയതന്ത്ര ചർച്ചയ്ക്കും വഴി തുറന്നിരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പശ്ചിമേഷ്യയിലെ വർദ്ധിച്ചുവരുന്ന സൈനിക നീക്കങ്ങളിൽ കടുത്ത ആശങ്കയും രേഖപ്പെടുത്തി. മേഖലയിലെ സമാധാനം തകർക്കുന്ന തരത്തിലുള്ള മിസൈൽ ആക്രമണങ്ങളിൽ നിന്ന് എല്ലാ കക്ഷികളും പിന്തിരിയണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനിലെ അധികാരം പിതാവിൽ നിന്നും മകനിലേക്ക് കൈമാറുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്കും വിപ്ലവ പാരമ്പര്യത്തിനും വിരുദ്ധമാണെന്ന നിരീക്ഷണങ്ങൾ പല മനുഷ്യാവകാശ
സംഘടനകളും അന്താരാഷ്ട്ര വേദികളിൽ ഉന്നയിച്ചു. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ ശക്തികൾ ഇറാനുമേൽ കൂടുതൽ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ട്. മുജ്തബ ഖമേനിയുടെ കീഴിൽ ഇറാൻ കൂടുതൽ തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്നത് ആഗോള എണ്ണ വിപണിയെയും സുരക്ഷയും ദോഷകരമായി ബാധിക്കുമെന്ന് G70 രാജ്യങ്ങൾ മുന്നറിയിപ്പും നൽകി. അതേസമയം റഷ്യയും ചൈനയും ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ പുറത്തുനിന്നുള്ള ഇടപെടലുകൾ പാടില്ലെന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇറാന്റെ പുതിയ നേതൃത്വവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന സൂചനയാണ് ഈ രാജ്യങ്ങൾ നൽകുന്നത്. ചുരുക്കത്തിൽ മുജ്തബയുടെ അധികാരാരോഹണം ആഗോള രാഷ്ട്രീയത്തിൽ വ്യക്തമായ ചേരിതിരിവുണ്ടാക്കിയിരിക്കുകയാണ്.